എത്രയും ബഹുമാനപ്പെട്ട വന്ദ്യപിതാവേ, അങ്ങയുടെ സ്ലേഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, 3-4 ദിവസമായിട്ട് എൻ്റെ ഹൃദയത്തിനൊരു വലിയ അസ്വസ്ഥത തോന്നുന്നു. നമ്മുടെ സ്നേഹരക്ഷിതാവിൻ്റെ പീഡകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പിതാവേ, വലിയ ദുഃഖത്തിൻ്റെയും വ്യാകുലത്തിൻ്റെയും ദിവസങ്ങളിൽ ഒരു വിചാരം കൂടെ എന്നെ അത്യധികം വ്യസനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നു. അത് സ്നേഹപിതാവിനോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ച ഒരു പാപത്തിൻ്റെ ഓർമ്മയാകുന്നു. എൻ്റെ കൊച്ചു സഹോദരി വേഗം മരിക്കുന്നതിനാഗ്രഹിക്കുകയും അപേക്ഷിക്കുകയും ചെയ്തത് ഒരു പാപമാകുമെന്ന വിചാരം പോലും അന്നെനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അറിവില്ലായ്മയാലും ഞാനൊരു രോഗിയായിരുന്നതുകൊണ്ടും ബഹുമാന അമ്മമാർ എന്നെ മഠത്തിൽ ചേർക്കില്ല. എനിക്ക് പകരം ഈ കൊച്ചിനെ ചേർത്തുകൊള്ളാമെന്നു പറഞ്ഞ് മഠത്തിൽ നിന്നെന്നെ വിടുകയും ചെയ്തു. അങ്ങനെയിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട എൻ്റെ ഹൃദയം സഹിക്കരുതാത്ത ദുഃഖമനുഭവിച്ചിരുന്നു. എനിക്കൊരു കന്യാസ്ത്രീയാവണം. 9-ാം വയസ്സിൽ എൻ്റെ കന്യാവ്രതം ദൈവത്തിന് ഞാൻ കാഴ്ച കൊടുത്തതാണ്. ലോകത്തിലേക്ക് ഞാൻ പിന്തിരിയുകയില്ല. എൻ്റെ പരിശുദ്ധ അമ്മേ, ഇതിനൊരു വഴിയുണ്ടാക്കി തരണമേ എന്നും എന്നെ കൈവിടല്ലേ എന്നും മറ്റും അപേക്ഷിച്ചു. അതോടുകൂടെ ഈ കുഞ്ഞിനെ നീ മരിപ്പിക്കണമെന്നും അപേക്ഷിച്ചു. ഏറെ താമസിയാതെ എൻ്റെ അനുജത്തി മരിക്കുകയും ചെയ്തു. മഠത്തിൽ കൂടുവാനുള്ള ഏക ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിതാവേ, എന്തുകൊണ്ടാണിപ്പോൾ ഈ ചിന്ത എന്നെ ഇത്ര അസ്വസ്ഥതപ്പെടുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? പിതാവ് തന്നെ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, എൻ്റെ ബോധത്തിൽ തോന്നുന്ന ന്യായവാദങ്ങൾ ഇങ്ങനെയാകുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിന്റെ കുഞ്ഞു സഹോദരി മരിക്കുവാൻ അപേക്ഷിച്ചത്? നിന്റെ ദൈവത്തിൻ്റെ ചോരയുടെ വില ആ കുഞ്ഞിനുമില്ലേ? പിന്നെ എന്തേ നീ കൊന്നു? നിനക്കെങ്ങനെ രക്ഷയുണ്ടാകും? ഇങ്ങനെയുള്ള വിചാരം ഇടവിടാതെ വരുന്നുണ്ട്. കൂടാതെ കന്യാവ്രതത്തിന് വിരോധമായ അനേക കാഴ്ചകൾ കാണുകയും ചെയ്യുന്നു. ഇങ്ങനെയാകുമ്പോൾ എങ്ങനെ എനിക്ക് പുണ്യം കിട്ടും? ഒരിക്കലും കിട്ടുകയില്ല. ഇങ്ങനെ ഓരോ തരത്തിൽ ഇടപെടാതെ വരുന്നു. എൻ്റെ ഹൃദയം എല്ലാ വിധത്തിലും അത്യധികം ദുഃഖിക്കുന്നു. ഈ നേരത്തെന്നെ സഹായിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. എൻ്റെ രക്ഷിതാവിൻ്റെ പീഡകൾ ഓർക്കുമ്പോൾ എൻ്റേതത്ര സാരമില്ല. ഞാനിതിനെന്ത് പ്രായശ്ചിത്തമെങ്കിലും ചെയ്യുന്നതിനൊരുക്കമാണ്. എന്തെങ്കിലും എനിക്ക് കൽപ്പിച്ചു തരണമേ. സ്നേഹപിതാവേ, എന്നെ മറക്കല്ലേ. എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്ന് കുർബാനയുടെ നേരത്ത് പല പ്രാവശ്യം ഈ ചിന്തകൾ വന്നു. അനുതാപ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ചിന്തകൾ വന്നപ്പോൾ ഇപ്രകാരം ഞാൻ പറഞ്ഞു: അതെ, അനേക തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുമ്പസാരിക്കാത്ത യാതൊരു പാപവുമില്ല. എന്നെ രക്ഷിക്കാൻ അവിടുത്തെ തിരുച്ചോരയുടെ ഒരു തുള്ളി ധാരാളം മതി. നിങ്ങളെക്കാൾ അധികം ഞാൻ അവിടുത്തെ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിച്ചു. നിങ്ങൾ പോയി ദൈവത്തോട് പൊറുതി അപേക്ഷിക്കുക. ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന കൈക്കൊണ്ടു. പിന്നെ 4 മണി കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ഈ വിചാരം വന്നു തുടങ്ങിയത്. വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അപേക്ഷിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്നു പറയുന്ന സ്വരം കേട്ടു: ഇപ്രകാരം വരുമ്പോൾ എന്തേ നീ അസ്വസ്ഥതപ്പെടുന്നു? അമ്പഴക്കാട്ടുവെച്ച് 8 പേർ മരണം വരെ നിൽക്കുമെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഈ ദിവസങ്ങളിൽ നിന്നെ കലക്കിയാൽ വളരെ ഫലമുണ്ടാകും. അതെന്തേ നീ മറ്റുള്ളവർക്കു വേണ്ടി കൂടി മാപ്പു പറയുകയും തിരുച്ചോര കാഴ്ചവെക്കുകയും മറ്റും ചെയ്തതിലുള്ള അരിശം തന്നെ. നീ ധൈര്യമായിരിക്കുക, കലങ്ങരുത്. ഈ പറയുന്ന ആളെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടില്ല. പിതാവിനെ കാണാൻ എനിക്കാഗ്രഹമുണ്ട്. അനേക പാപങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ദുഷ്ടപാപിയാകുന്നു ഞാൻ. സ്നേഹരക്ഷിതാവിൻ്റെ പീഡകൾക്ക് ഞാൻ തന്നെ കാരണം. ഇതോർക്കുമ്പോഴൊക്കെയും സഹിക്കരുതാത്ത വ്യസനവും ദുഃഖവും അനുഭവിക്കുന്നു. എന്നെ മറക്കല്ലേ പിതാവേ. ഈശോയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ അടുക്കലും മാത്രമേ ഒരാശ്വാസമുള്ളൂ. സ്നേഹപിതാവിൻ്റെ തീഷ്ണതയുള്ള അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ സമയം പോലെ ഒരു മറുപടി അനുഗ്രഹമായി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു.
പീഡാനുഭവ ആഴ്ചയായതുകൊണ്ട് പ്രയാസമായിരിക്കുമല്ലേ? പിതാവ് തന്നെ എന്നെ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. മുല്ലപ്പൂവിൻ്റെയും മറ്റു പൂക്കളുടെയും മൂത്ത കൊമ്പുകൾ കൊടുത്തയക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. പൂവുണ്ടാക്കുവാൻ ഞാൻ നല്ലവണ്ണം താൽപ്പര്യപ്പെടുന്നുണ്ട്. അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയ മകളുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യം. എഴുത്ത് വായിച്ചു കഴിയുമ്പോൾ തന്നെ കീറിക്കളയണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു.